സിംഗുലർ സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, 3 മാർക്സ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്, താഴെ പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുക. ആരാണ് കൺസ്യൂമർ, ആരാണ് സെല്ലർ, 4 മാർക്സ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. താഴെ തന്നിരിക്കുന്ന ഡാറ്റയെ രണ്ടായിട്ട് തരംതിരിക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ നിന്നും ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ നിന്നും തരംതിരിക്കുക. ഏതൊക്കെയാ? മാർക്സ് ഉണ്ട്, വേജ് ഉണ്ട്, അപ്പിയറൻസ് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, ഹോണസ്റ്റി ഉണ്ട്, ഇൻകം ഉണ്ട് കേട്ടോ. ഇതിനെ നിങ്ങൾ രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യണം കേട്ടോ. അതിന് 3 മാർക്സ് ആണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്. ഒരു വീഡിയോ ഓൺ ആക്കാം കേട്ടോ, വേഗം ആയിക്കോട്ടെ. എല്ലാവരും വീഡിയോ ഓൺ ആക്കി. ആൻസർ ഇതാണ്. It denotes the various methods adopted for the collection, presentation, analysis and interpretation of quantitative information. Quantitative information നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പല പല മെത്തേഡുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുക. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്സ് കൊടുക്കുക കേട്ടോ. കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്സ് കൊടുക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺസ്യൂമറും സെല്ലറും ആരാണെന്നാണ് ചോദിച്ചത്. കൺസ്യൂമർ, വെൻ യു ബൈ സം ഗുഡ്സ് ഫോർ യുവർ യൂസ് യു ആർ എ കൺസ്യൂമർ എന്നോ, അല്ലെങ്കിൽ വെൻ എ പേഴ്സൺ ബൈ ഗുഡ്സ് ഫോർ ഓൺ യൂസ്, സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഗുഡ്സ് വാങ്ങുന്ന വ്യക്തിനെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്സ് കൊടുക്കുക. അടുത്ത സെല്ലറാണ്. വെൻ സമ്മൺ സെൽസ് ഗുഡ്സ് ടു മേക്ക് എ പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ, ഗുഡ്സുകൾ സെയിൽ ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ സെല്ലർ, വിൽപ്പനക്കാരൻ എന്ന് പറയുക. അത് കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്സ് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിന് ടോട്ടൽ 4 മാർക്സ് ആണ് കേട്ടോ. കൺസ്യൂമർ എഴുതാൻ 2 മാർക്സ്, സെല്ലർ എഴുതാൻ 2 മാർക്സ്, അങ്ങനെ ടോട്ടൽ 4 മാർക്സ്. തേർഡ് ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് മാർക്സ്, വേജ്, ഇൻകം. ക്വാളിറ്റേറ്റീവ് ഡാറ്റ അപ്പിയറൻസ്, ഇന്റലിജൻസ്, ഹോണസ്റ്റി. ഓരോന്നിനും ഹാഫ് മാർക്ക് വെച്ചാണ്. മാർക്സിന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക്, വേജ് 1/2 മാർക്ക്, ഇൻകം 1/2 മാർക്ക്, അപ്പിയറൻസ് 1/2 മാർക്ക്, ഇന്റലിജൻസ് 1/2 മാർക്ക്, ഹോണസ്റ്റി 1/2 മാർക്ക്. അങ്ങനെ 6 എണ്ണത്തിന് 1/2 മാർക്ക് വെച്ച് 3 മാർക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക് കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടോട്ടൽ 3 മാർക്കാണ്. 1 മാർക്ക് ടോട്ടൽ ചെയ്യുക. പാരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. ഓക്കെ, പേപ്പർ വേഗം സെൻഡ് ചെയ്യുക. 1 മിനിറ്റ് ടൈം.